ഓൺലൈൻ ഗെയിമുകൾ നിരോധിച്ചുകൊണ്ടുള്ള ബില്ല് അതിന് വലിയ തർക്കമൊന്നും വരികയില്ല, അത് പാസ്സായിട്ടുണ്ട്. ഏതായാലും അതൊരു വലിയ കാര്യമാണ്. ഈ ഓൺലൈൻ ഗെയിമുകളെന്ന് പറയുന്നത്, നിങ്ങൾ റമ്മി കളിക്കൂ, പണം നേടൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിക്കൂ റമ്മി, ഓരോരുത്തരെ എല്ലാം വിളിച്ച് അങ്ങ് റമ്മി കളിപ്പിക്കുകയാണ്. റമ്മി കളിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ എത്ര മെസ്സേജ് വരുമായിരുന്നു, അതൊരു വലിയ ശല്യമായിരുന്നു. ഇനി അത് വരികയല്ല. ഓൺലൈൻ റമ്മി കളിക്കൂ എന്ന് വെച്ചാൽ ചൂത് കളിക്കാനാണ് നമ്മളെ വിളിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് പണം കിട്ടുമെന്ന്. ആർക്കെങ്കിലും പണം 5 രൂപയെങ്കിലും അതിൽ നിന്ന് കിട്ടുമോ? അവസാനം ഒന്നും കിട്ടത്തില്ല. ഇതിൽ നിന്ന് ആ കമ്പനിക്കാർക്ക് ലാഭം ഉണ്ടാകുന്നതല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്നുള്ള ധാരണയിലാണ് പോകുന്നത്. പക്ഷേ ലോട്ടറി എന്ന് പറയുന്നത് ഇതല്ലല്ലോ. ലോട്ടറി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ അതിന് സമ്മാനം, അതായത് സർക്കാരിനെ ലോട്ടറി നടത്താൻ പറ്റുള്ളൂ, അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ലോട്ടറി നടത്താൻ ഒക്കത്തില്ല. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അതുപോലെ BNS അനുസരിച്ചൊക്കെയുള്ള ഒഫൻസാണ്, നടത്താൻ പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെ ലോട്ടറി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം അതിൽ നിന്ന് എന്തായാലും സമ്മാനം, നല്ല വരുമാനം ഗവൺമെൻറ്റിനുണ്ടെങ്കിലും അതിൻ്റെ നല്ലൊരു ഭാഗം അതിൻ്റെ സമ്മാനമായിട്ട് അതിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നുണ്ട്, കിട്ടും. അത് ആർക്കെങ്കിലുമൊക്കെ കിട്ടും, കാരണം ഇത് അടിക്കുന്നവന് കിട്ടും. അത് നമുക്ക് വെറും ചൂതാട്ടം എന്ന് പറയാൻ ഒക്കത്തില്ല, അതും തെറ്റായ കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ പറഞ്ഞ പോലെ അത് ആളുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടും, കുറേ പേരെങ്കിലും അത് പണക്കാരൊക്കെ ആയിട്ട് മാറും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇതേപോലെ ഈ റമ്മി കളിക്കാനും ഇതൊക്കെ കളിക്കാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ കളിക്കുമ്പോൾ 1000 രൂപ കിട്ടും. 1000 രൂപ കിട്ടിക്കഴിഞ്ഞാലോ ഈ കളി നിർത്തത്തില്ല, കാരണം ഇതൊരു ഭ്രാന്താണ്. അത് ആ പൈസയും കൂടെ വെച്ച് കളിക്കും. അപ്പോൾ ആദ്യം കളിച്ചുകൊണ്ടിരുന്ന കാശും ഒരു 500 രൂപ വെച്ച് കളിച്ചെങ്കിൽ അതും ഈ 1000 കിട്ടിയതും കൂടെ 1500 അത് അങ്ങ് പോയി കിട്ടും. പിന്നെ ഇത് തിരിച്ചു പിടിക്കാൻ വീണ്ടും അങ്ങോട്ട് കളി തുടങ്ങും, കയ്യിരിക്കുന്ന കാശ് മുഴുവൻ പോകും. അങ്ങനെ കാശ് കയ്യിലില്ലാതെ വരുമ്പോൾ എന്തോ യവന്മാർ കടം വാങ്ങിച്ച് കളിക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വേറെ വരുത്തും ചെയ്ത് കണ്ടില്ലേ, ഈ പ്രളയത്തിന് കിട്ടിയ ദുരിതാശ്വാസത്തിൻ്റെ കാശ് കേട്ടോ, അത് എടുത്ത് റമ്മി കളിച്ച് ഇട്ടുണ്ട് ആഫീസിലിരുന്നുകൊണ്ട്. ഇതാ കാര്യം. കാരണം ഇത് ഞാൻ പറഞ്ഞ യവനൊക്കെ ഭ്രാന്തന്മാരാണ്. ഈ മനുഷ്യ രീതിയിലേക്ക് കാണിക്കുന്ന ഭ്രാന്തെന്ന് പറയുന്നത് വളരെ വലുതാണ്. ലോട്ടറി ടിക്കറ്റ് തന്നെ എടുത്ത് പണം കളയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കിട്ടുന്ന പണം മുഴുവൻ ലോട്ടറി ടിക്കറ്റ് എടുക്കും. അതൊരു ഭ്രാന്താണ് യഥാർത്ഥത്തിൽ. ചുമ്മാ കാണുന്ന എല്ലാം ലോട്ടറി ടിക്കറ്റ്. എത്ര രൂപയ്ക്കാണ് ഓരോ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്? അത് മുഴുവൻ അത് കാശുള്ളവൻ, ജീവിക്കാൻ മാർഗമുള്ളവൻ ചെയ്യുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. മാർഗമില്ലാതെ ഈ തൊഴിലിന് പോകുന്ന ആളുകളോ അവർ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ലോട്ടറിക്ക് ഒരു കാശ്, അപ്പം 1000 രൂപ കൂലി കിട്ടുന്ന ഒരാളാണെന്നിരിക്കട്ടെ, 1000 രൂപ കൂലി ഡെയിലി ജോലിയാണ്, അവിടെ കിട്ടും, കൂലിപ്പണിയാണ്. അതും ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഉടനെ അതിൽ നിന്ന് ഒരു 200 രൂപയ്ക്ക് അങ്ങ് ലോട്ടറി എടുക്കും, ഉറപ്പാണ്. എടുത്തു കഴിഞ്ഞാൽ അവരുടെ ധാരണയെന്ന് പറഞ്ഞാൽ ഇനി നാളെ എങ്ങനെ ഇത് അടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇവിടെ ബീഡി തൊഴിലാളിക്ക് കിട്ടി, മറ്റേ തൊഴിലാളിക്ക് കിട്ടി, ഓട്ടോ തൊഴിലാളിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞങ്ങ് വലിയ പരസ്യം ഇതിന് വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ അവരങ്ങ് ധരിക്കുകയാണ് ഇനിയിപ്പം നാളെ നല്ലൊരു ജീവിതം ഉണ്ടാവും എന്ന്. പക്ഷേ അതിനപ്പുറമാണ് ഇത്. അത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് സഹിക്കാം. നേരെ മറിച്ച് ഈ ഓൺലൈൻ ചൂതാട്ടവും അതൊരു കാരണവശാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അത് മുഴുവൻ ഇത് നിരോധിക്കേണ്ട കാലം കഴിഞ്ഞുപോയി എങ്കിൽ എത്ര ജീവിതങ്ങൾ രക്ഷപ്പെട്ടെന്നറിയോ, എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയോ ഇതിനകത്ത്. കാരണം ഇത് കളിച്ചിട്ട് അവസാനം പൈസ ഇല്ലാതെ വരും, കാണുന്നതെല്ലാം എടുത്തു വെച്ച് അവസാനം ഇത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാവുമ്പോൾ, സാമ്പത്തിക പ്രശ്നമാകുമ്പോൾ നിവൃത്തിയില്ല, ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതുമൂലം. ഏതായാലും ഇതൊരു നല്ല കാര്യമാണ് ഈ ഓൺലൈൻ ചൂതാട്ടം. ഇനി അതകത്ത് പോകും ഇത് നടത്തി കഴിഞ്ഞാൽ, ആ രീതിയാണ്. ഏതായാലും അത് നന്നായിരിക്കുന്നു, നല്ല ഒരു തീരുമാനമാണ്.